നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്ക സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിൽ വന്നതിന് ശേഷം ആർലിംഗ്ടൺ സെമിറ്ററി സന്ദർശിച്ച് റീത്ത് സമർപ്പിച്ചു. തുടർന്ന് പ്രസിഡന്റ് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രാജ്യാന്തര മിസൈൽ ക്ലബിലേക്ക് ഇന്ത്യയുടെ പ്രവേശനത്തിന് അമേരിക്കയുടെ പിന്തുണയും അദ്ദേഹം നേടി. പ്രധാനമന്ത്രി അമേരിക്കൻ സഭകളെയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു. കൂടാതെ US ഇന്ത്യ ബിസിനസ് കൌൺസിലിന്റെ വാർഷിക സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു. അമേരിക്കൻ ഇന്റർനെറ്റ് ഷോപ്പിംഗ് കമ്പനി ആമസോൺ ഇന്ത്യയിൽ $3 ബില്യൺ കൂടി മുതൽ മുടക്കുന്നു. ഇതോടെ ആമസോണിന്റെ ഇന്ത്യയിലുള്ള മുതൽ മുടക്ക് $5 ബില്യൺ മുകളിലാകുന്നു. 2014 2 ബില്യൺ മുതൽ മുടക്കിയ ആമസോൺ കമ്പനി ഇതുവരെ 45,000 തൊഴിൽ അവസരങ്ങളാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചതെന്ന് കമ്പനി CEO ജെഫ് ബിസോസ് US ഇന്ത്യ ബിസിനസ് കൌൺസിൽ വാർഷിക സമ്മേളനത്തിൽ വെച്ച് അറിയിക്കുകയുണ്ടായി. ഫോർബ്സ് മാഗസിന്റെ സ്വന്തം വ്യവസായ സംരംഭങ്ങളിൽ കൂടി ധനികരായ അമേരിക്കയിലെ 60 പ്രമുഖ വനിതകളുടെ പട്ടികയിൽ ഇന്ത്യൻ വംശജരായ 2 വനിതകളും ഇടം നേടി. സിന്റൽ IT കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ നീരജ സേത്തി 16ാം സ്ഥാനത്തും എറിസ്റ്റ നെറ്റ്വർക്ക് സ്വിച്ച് കമ്പനി ഉടമ ജയശ്രീ ഉള്ളാൽ 30ാം സ്ഥാനത്തുമാണ്. സിന്റലിന്റെ ആസ്തി $3.6 ബില്യൺ എറിസ്റ്റ നെറ്റ്വർക്കിന്റെ മൂല്യം $470 മില്യൺ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ABC സപ്ലൈ കമ്പനി ഉടമ ഡയാൻ ഹെൻഡ്രിക്സിന്റെ ആസ്തി $4.9 ബില്യൺ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയും യന്ത്രമനുഷ്യരുടെ ഉപയോഗവും വഴിയായി അടുത്ത 30 വർഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടുമുള്ള 50% സാധാരണക്കാരായ ജോലിക്കാരുടെ ജോലി ഇല്ലാതാകുമെന്ന് റൈസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മോഷ് വാഡി മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിന്റെ സെമിനാറിലാണ് മനുഷ്യർ ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ തുടങ്ങിയാൽ മനുഷ്യർ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഇദ്ദേഹം ഉന്നയിച്ചത്. ബ്ലൂംബർഗ് ഇന്ത്യ ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നടത്തിയ സർവേ പ്രകാരം യന്ത്രമനുഷ്യരുടെ ഉപയോഗം വഴി 7 മില്യൺ പേർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ 2 മില്യൺ പേർക്ക് ജോലി ലഭിക്കുമെന്നും കാണിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജോലിയെ ആയിരിക്കാം ഇത് കൂടുതലായി ബാധിക്കുകയെന്നും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിലുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നും കരുതപ്പെടുന്നു. ന്യൂജേഴ്സി എഡ്യൂക്കേഷൻ ബോർഡ് 19 ഹിന്ദു ആഘോഷങ്ങളെ റിലീജിയസ് ഹോളിഡേയ്സ് ആയി അംഗീകരിച്ചു. ഇതോടെ ഈ പട്ടികയിലുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരാനായി വിദ്യാർത്ഥികൾക്ക് നിയമപരമായി അവധിയെടുക്കുവാനും അവധി ദിവസങ്ങളിലുള്ള പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ സ്കൂൾ അധികൃതർ മറ്റു സമയം ക്രമീകരിച്ച് നൽകുവാനും ബാധ്യസ്ഥരാകും. യൂണിവേഴ്സൽ സൊസൈറ്റി ഓഫ് ഹിന്ദുയിസം എന്ന സംഘടനയുടെ ശ്രമങ്ങളാണ് ഹിന്ദുമത ആഘോഷ ദിവസങ്ങളെ ന്യൂജേഴ്സിയുടെ എഡ്യൂക്കേഷൻ കലണ്ടറിൽ ഉൾപ്പെടുത്തുവാൻ സഹായിച്ചത്. ഇന്ത്യൻ വംശജനായ ശ്രീനിവാസ് രാജു എന്ന ഫാർമസിസ്റ്റിനെ അനധികൃതമായി പ്രിസ്ക്രിപ്ഷൻ വേദന സംഹാരികൾ വിറ്റതിന് കോടതി 5 വർഷം ജയിൽ ശിക്ഷയ്ക്കും $15,000 പിഴയ്ക്കും വിധിച്ചു. ശ്രീനിവാസൻ ഡോക്ടറുടെ കുറിപ്പില്ലാതെയോ കൃത്രിമമായ കുറിപ്പിലൂടെയോ ഓക്സിക്കോഡോൺ എന്ന വേദന സംഹാരി മരുന്ന് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതായി വിവരം കണ്ടെത്തി. മയക്കുമരുന്ന് വ്യാപാരിയായി നടിച്ച ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി ഏജന്റിന് ഇയാൾ 3 പ്രാവശ്യം വേദന സംഹാരി മരുന്ന് വിറ്റതായും കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ വംശജരായ അതുൽ നന്ദയെയും സഹോദരനായ ജിതിൻ നന്ദയെയും H-1B വിസ തട്ടിപ്പിന് കോടതി 5 വർഷം തടവിന് ശിക്ഷിച്ചു. ടെക്സസിലെ കാരൽട്ടണിലുള്ള ഡെബ്രോൺ സൊല്യൂഷൻ എന്ന പേരിലുള്ള കമ്പനിയിലേക്ക് ഇല്ലാത്ത ഒഴിവുകളിലേക്ക് ഫുൾ ടൈം ജോലിക്കാരെ വ്യാജരേഖകൾ ഉണ്ടാക്കി H-1B വിസയിൽ കൊണ്ടുവരികയും കൊണ്ടുവന്ന H-1B വിസക്കാരെ മറ്റ് കമ്പനികൾക്ക് ജോലി ചെയ്യുവാൻ കൊടുക്കുകയും ചെയ്തു വന്നു. ഈ കമ്പനികൾ ഡിബോൺ കമ്പനിക്ക് പ്രതിഫലം നൽകുമ്പോൾ മാത്രമേ H-1B വിസക്കാർക്ക് ഇവരുടെ ശമ്പളം നൽകിയിരുന്നുള്ളൂ. ഫുൾ ടൈം ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന H-1B വിസക്കാരിൽ അധികം പേരും മണിക്കൂർ വ്യവസ്ഥയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായി നോമിനേറ്റ് ചെയ്തു. പ്രതിഫലം സ്വീകരിക്കാതെയാണ് ഈ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരും സംഘടനാ നേതാക്കളും അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ആശംസകൾ അറിയിക്കുകയുണ്ടായി.
കേരള സെൻട്രൽ സ്ഥാപക പ്രസിഡന്റ് EM സ്റ്റീഫൻ, മുൻ IPCNA പ്രസിഡന്റ് താജ് മാത്യു, IPCNA ട്രഷറർ ജോസ് കടാപ്പുഴം എന്നിവർ ആശംസകൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസിന്റെ പുതിയ അസൈൻമെന്റിന് ഒരു അമേരിക്കൻ മലയാളി എന്ന സ്ഥിതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം ആശംസകൾ നൽകേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കൻ മലയാളികളുടെ സ്ഥിതിയെക്കുറിച്ചും അവരുടെ പൊതുവായിട്ടുള്ള കമ്മ്യൂണിറ്റിപരമായ വളർച്ചയെക്കുറിച്ചും ജോൺ ബ്രിട്ടാസിന് നല്ല അറിവുള്ള ഒരാളാണ്. അതിന്റെ വെളിച്ചത്തിൽ അമേരിക്കൻ മലയാളികൾക്ക് ഏതൊരാൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരവസരം കൂടിയാണിത്. സാധാരണ ഇവിടെയുള്ള സാധാരണക്കാരുടെയും ശരിയായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. ഇപ്പോൾ കിട്ടിയ ഈ അസൈൻമെന്റില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യും. ഇന്ത്യ പ്രസ് ക്ലബ്ബ് വളരെ അഭിമാനത്തോടെയാണ് ജോൺ ബ്രിട്ടാസിന്റെ ഈ സ്ഥാനത്തെത്തിയെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ജോൺ ബ്രിട്ടാസ്. ഇന്ത്യ പ്രസ് ക്ലബ്ബുമായി അദ്ദേഹത്തിന് ദീർഘകാലമായ പരിചയബന്ധവും സ്നേഹവും കടപ്പാടും ഞങ്ങളോട് തികഞ്ഞ വാത്സല്യവും പുലർത്താറുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബിന്റെ ഇതുവരെയുള്ള 3 കോൺഫറൻസുകളിൽ 2008, 2011, 2015 ഈ വർഷങ്ങളിൽ അദ്ദേഹമായിരുന്നു മുഖ്യാതിഥി. മാധ്യമരംഗത്ത് അദ്ദേഹത്തിന്റെ കൂട്ടാഴ്ചയും മാധ്യമ പ്രവർത്തകരെ പരിശീലിപ്പിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹവും അതുവഴി ഇന്ത്യ പ്രസ് ക്ലബിനുണ്ടായ നേട്ടങ്ങളും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. പുതിയ സ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുടെ മാധ്യമ ബന്ധങ്ങൾക്കും ജോൺ ബ്രിട്ടാസിന്റെ മാധ്യമ ജീവിതത്തിനും നൂറുകൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. കേരളത്തില് പുതിയതായി രൂപം കൊണ്ട പുതിയ മന്ത്രിസഭ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. രണ്ടാമതായിട്ട് കൈരളി TV USA ഏറ്റവും അഭിമാനം ഉള്ള ഒരു നിമിഷമാണിത്. കാരണം കൈരളിയിലെ MD മാനേജിംഗ് ഡയറക്ടറായ ജോൺ ബ്രിട്ടാസിനെ മീഡിയ അഡ്വൈസർ ആയി ഈ ഗവൺമെന്റ് നിയമിച്ചതില് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. മാധ്യമ രംഗത്തെ കേരളത്തിലെ ഒന്നാമനായ ജോൺ ബ്രിട്ടാസ് അറിവിന്റെ കാര്യത്തിലും വാർത്തകൾ എത്തിക്കുന്ന കാര്യത്തിലും ഏറ്റവും സാഹസികമായ പുതിയ വാർത്തകൾ കണ്ടെത്തുന്ന കാര്യത്തിലും എല്ലാം ഒന്നാമൻ തന്നെയാണ് ജോൺ ബ്രിട്ടാസ്. അതുകൊണ്ട് തന്നെ കൈരളി TV USA ഇത് കൂടുതൽ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. പുതിയ മന്ത്രിസഭയിലെ മാധ്യമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടാസ് വേതനം സ്വീകരിക്കാനുള്ള ഒരു സേവനമാണ് കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്ക് നൽകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രതീക്ഷയായ ഈ മന്ത്രിസഭയിലെ ധാരാളം പ്രഗത്ഭമതികളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രിസഭയാണെന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. കൈരളി TV USA എല്ലാ പ്രവർത്തകരുടെയും അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംഘടനകളിലൊക്കെ 2 വർഷം കൂടുന്ന കൺവെൻഷനുകളിൽ ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗവും പ്രഭാഷണവുമാണ് ഏറ്റവും മികച്ച പ്രസംഗങ്ങളായി മാറാറ്. അതുകൊണ്ട് തന്നെ വടക്കേ അമേരിക്കയിലെ മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് ജോൺ ബ്രിട്ടാസ്. കൂടാതെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പുരസ്കാരമായ മാധ്യമ രത്ന പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ജോൺ ബ്രിട്ടാസിന് നൽകുകയുണ്ടായി. കൈരളി TVക്ക് കിട്ടിയ വലിയ അംഗീകാരമായി ഞങ്ങൾ കരുതുന്നു. അക്കൂടെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട MD ജോൺ ബ്രിട്ടാസ് കേരള മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു പ്രത്യേക സന്ദർഭത്തില് ഞങ്ങളുടെ എല്ലാവരുടെയും കൈരളി TV USA എല്ലാ പ്രവർത്തകരുടെയും അഭിനന്ദനവും ആശംസകളും ഞങ്ങൾ നേരുന്നു. റോക്ക്ലൻഡ് കൗണ്ടി റെന്റ് ഗൈഡൻസ് ലൈസൻസിംഗ് ബോർഡിലേക്ക് ജെയിൻ ജേക്കബ് CPA അടക്കം 4 പേരെ കൂടി കൗണ്ടി ലെജിസ്ലേച്ചർ ശുപാർശ ചെയ്തു. ഏകകണ്ഠേനയാണ് 4 പേരെയും നാമനിർദ്ദേശം ചെയ്തത്. ന്യൂയോർക്ക് സിറ്റി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന ജെയിൻ ജേക്കബ് ഇപ്പോൾ ന്യൂ സിറ്റിയിൽ ഫൈനാൻസ് ടാക്സ് പ്രാക്ടീസ് ചെയ്തു വരുന്നു.
ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് കേരള ചർച്ചസിന്റെ 15ാമത് കുടുംബ സംഗമം ഷിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത സംഗമത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബ സംഗമ ചെയർമാൻ റവറൻഡ് ഡോക്ടർ ഷലോമോൻ കല്ലറിക്കൽ സ്വാഗതവും റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അധ്യക്ഷ പ്രസംഗവും നടത്തി. വിവിധ ഇടവകളിലെ പുരോഹിതരും ഭാരവാഹികളും വിശ്വാസികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഷിക്കാഗോയിലെ വിവിധ സഭകളിലെ ഏകദേശം 14 ഇടവകളിൽ നിന്നുള്ള കുടുംബങ്ങൾ കൂടിച്ചേരുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് ഇത്. തഴലോടെ നിൽക്കും മടിയരിൽ തവ സ്നേഹശാന്തി നിറയ്ക്കണേ അഖിലാണ്ട സ്നേഹസാരമേ അകതാരിൽ. In unity with all the brothers and sisters of all the religions, make the guns silent in our one world. ഇതിൻ്റെ മുഴുവൻ തുകയും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവിടുകയാണ്. അമേരിക്കയിൽ ഇന്ത്യയുടെ തനത് സംസ്കാരം കുടുംബങ്ങളുടെ കെട്ടുറപ്പാണ്. വിവാഹം എന്ന വാക്കിന് ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ എന്താണ് അർത്ഥം? ഒരുപക്ഷെ 10-20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അർത്ഥമല്ല. I'm very happy to introduce Joseph Mar Thomas Tirumeni to you. ഇല്ലാത്തവർക്ക് നമ്മുടെ നന്മകൾ പങ്കുവെച്ച് സന്തോഷിക്കുന്നവരാണ്. അക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ വർഷവും അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിൽ ഒരുക്കുന്ന 15ാമത് കുടുംബ സംഗമത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എക്യുമെനിക്കൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 7 പരിപാടികളാണ് ആകെ ഉള്ളത്. ഇത് 2ാമത്തെ പരിപാടിയാണ്. ഫാമിലി നൈറ്റ് പ്രോഗ്രാം. പരസ്പര സ്നേഹത്തിനുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ വിജയത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നല്ല ഒന്നാന്തരം പരിപാടികൾ നടത്തുവാനായിട്ട് സാധിച്ചു. അതിന് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഷിക്കാഗോയിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനമാണ് ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിൽ പ്രവർത്തനങ്ങൾ. ഷിക്കാഗോയിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അന്താരാഷ്ട്ര റോബോട്ടിക് മത്സരത്തിൽ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഓറിഗൺ പോർട്ട്ലൻഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. ഗോകുൽ കോലാടി, അലക്സ് തറപ്പേൽ, ഭരത് നമ്പൂതിരി, അദ്വൈത് നായർ എന്നിവരാണ് 1ാം സ്ഥാനം നേടിയ ടീമിലുള്ള മലയാളി വിദ്യാർത്ഥികൾ. 16 രാജ്യങ്ങളിൽ നിന്നുമായി 4650 വിദ്യാർത്ഥികളാണ് ഈ അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ വൈദ്യശാസ്ത്രത്തിലുണ്ടായ പുരോഗതിയുടെ ഒരു പ്രധാന കാരണം പുതുതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് കണ്ടുപിടിച്ച പെനിസിലിന് 1943 പുറത്തു വന്നതിന് ശേഷം തുടർന്നു വന്നിട്ടുള്ള ആന്റിബയോട്ടിക്സ് എല്ലാം കാരണം മാരകമായിട്ടുള്ള മിക്കവാറും എല്ലാ ഇൻഫെക്ഷൻസും ഇന്ന് വളരെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കും. പണ്ട് പ്രമേഹ രോഗം മരണത്തിലേക്ക് താമസിയാതെയുള്ള ഒരു വാറണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രമേഹം വന്ന ശേഷം 40-50 വർഷം ഡയബറ്റീസ് വളരെ ഫലപ്രദമായി ചികിത്സിക്കപ്പെട്ടിട്ടുള്ള 90-95 വയസ്സുള്ള രോഗികളെ കാണുന്നത് അസാധാരണമല്ല. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയുമെല്ലാം ഹൃദ്രോഗ ചികിത്സയിൽ സഹായിക്കുമെങ്കിലും ഹൃദ്രോഗിയുടെ ആർദ്രത ദൈർഘ്യം കൂട്ടുന്നതിൻ്റെ പ്രധാന കാരണം മുഖ്യമായും ഹൈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഇന്ന് മരുന്നുകൾ നൽകി ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ മരുന്നുകൾക്ക് മറ്റൊരു വശമുണ്ട്. മരുന്നുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങൾ.
മരുന്നുകളുടെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും അനേക നിയന്ത്രണങ്ങളുള്ള അമേരിക്കയിൽ പോലും മരുന്ന് തെറ്റായ വിധത്തിൽ നൽകപ്പെടുന്നത് മൂലം 13 ലക്ഷം അപകടങ്ങൾ പ്രതിവർഷം ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. ഈ അപകടങ്ങളിൽ ഒരു പങ്ക് മരണകാരണവുമായി തീരാറുണ്ട്. ഈ അപകടങ്ങൾ തെറ്റായ മരുന്നുകൾ നൽകുന്നത് കൊണ്ടോ കൂടുതൽ ഡോസ് മരുന്ന് നൽകുന്നത് കൊണ്ടോ മരുന്നുകളുടെ റിയാക്ഷൻ കൊണ്ടോ ഒക്കെയാകാം. ഡോക്ടറുടെയോ നേഴ്സിന്റെയോ ഫാർമാസിസ്റ്റിന്റെയോ മൂലം അശ്രദ്ധ മൂലവും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇത്തരം മെഡിക്കൽ എറേഴ്സ് ഉണ്ടാകാതിരിക്കുവാൻ ഇന്ന് വലിയ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. എങ്കിലും അപകടം ഉണ്ടാകാറുണ്ട്. മരുന്നുകൾ മൂലമുള്ള അപകടം ഒഴിവാക്കുവാൻ രോഗികൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ ഒരു രോഗിക്ക് ഒരു മരുന്ന് നൽകിക്കഴിഞ്ഞാൽ രോഗി ആദ്യം ചെയ്യേണ്ടത് മരുന്നിന്റെ പേരെന്താണെന്ന് വായിച്ചു മനസ്സിലാക്കുകയാണ്. ഡോക്ടറുടെ കൈയെഴുത്ത് മോശമായിരിക്കും, അതുകൊണ്ട് മരുന്ന് കടക്കാരനല്ലാതെ മറ്റാർക്കും ഡോക്ടറുടെ കൈയെഴുത്ത് വായിക്കുക സാധ്യമല്ല എന്ന പഴയ കഥ ഇന്നും പ്രചാരത്തിലുണ്ട്. പണ്ട് ഒരു ഡോക്ടർ മക്കൾക്കൊരു വിൽപത്രം എഴുതിയിട്ട് മരിച്ചുപോയ കഥ കേട്ടിട്ടുണ്ട്. മക്കൾക്കോ അവരുടെ വക്കീലിനോ മറ്റാർക്കും തന്നെയോ ആ വിൽപത്രത്തിൽ എഴുതിയിരുന്നത് വായിക്കാൻ സാധ്യമല്ലാതിരുന്നതിനാൽ അവസാനം മരുന്ന് കടക്കാരൻ വിൽപത്രം വായിച്ചു കൊടുത്തു എന്നാണ് പഴയ കഥ. എന്നാൽ ഇന്ന് ഡോക്ടർമാർ ആർക്കും വായിക്കാവുന്ന വിധത്തിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കണമെന്നാണ് നിയമം. അമേരിക്കയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനാൽ കൈകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ഡോക്ടർമാർ ഇന്നിവിടെ വളരെ ചുരുക്കമാണ്. മരുന്ന് എന്തിനു വേണ്ടിയാണ് നൽകുന്നതെന്നും രോഗി ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. ഒരിക്കൽ എമർജൻസി റൂമിൽ വെച്ച് ഒരു രോഗിയെ കണ്ടതോർക്കുന്നു. ഗ്ലോക്കോമ രോഗിയായിരുന്നു അയാൾ. കണ്ണിലെ പ്രഷർ കുറയ്ക്കുവാൻ വേണ്ടി ദിവസേന കഴിക്കേണ്ട ഒരു മരുന്നും തലവേദനയുണ്ടായാൽ രോഗിക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ ദിവസവും കഴിക്കേണ്ട ഒരു മരുന്നും അയാൾക്ക് അയാളുടെ ഒഫ്താൽമോളജിസ്റ്റ് കുറിച്ചു കൊടുത്തിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ തലവേദനയ്ക്കുള്ള മരുന്ന് തലവേദന ഉണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിലും ദിവസവും ഓരോന്ന് വീതവും, ഗ്ലോക്കോമയ്ക്കുള്ള മരുന്ന് ആവശ്യമെന്ന് തോന്നാത്തതിനാൽ അയാൾ കഴിക്കാതെയും ഇരുന്നു. കണ്ണിന്റെ പ്രഷർ വളരെ കൂടിയിരുന്നതിനാൽ എമർജൻസിയായി ഒഫ്താൽമോളജിസ്റ്റിനെ വിളിച്ചെടുത്തേണ്ടി വന്നു. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് എഴുതി കൊടുത്ത മരുന്ന് 3 വയസ്സുള്ള മകൾക്ക് നൽകി പ്രശ്നമുണ്ടാക്കി ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ അമ്മയെ ഞാൻ ഓർക്കുന്നു. ചെവിയിൽ ഒഴിക്കാൻ കൊടുത്ത മരുന്ന് കണ്ണിലൊഴിച്ച് കണ്ണുവേദനയുമായി എമർജൻസി റൂമിലെത്തിയ 85 വയസ്സുകാരനെയും എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ദയവായി ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ലേബൽ നിശ്ചയമായും വായിച്ചിരിക്കണം. നിങ്ങൾക്ക് മരുന്നുകൊണ്ടുള്ള പ്രയോജനം എത്ര നാൾക്കുള്ളിൽ അനുഭവപ്പെടുന്നെന്നും എത്ര നാൾ ഈ മരുന്ന് കഴിക്കണമെന്നും ഡോക്ടറോട് ചോദിക്കണം. പ്രത്യേക ഒരു കാരണത്തിന് നൽകിയ ഒരു മരുന്ന് കൽപ്പാന്തകാലം മുഴുവൻ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ EMS മന്ത്രിസഭയുടെ കാലത്ത് മലശോധനയ്ക്ക് നൽകിയ ഒരു മരുന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തും കഴിച്ചുകൊണ്ടിരിക്കുന്ന വല്യമ്മച്ചയെ കണ്ടത് ഞാൻ ഓർക്കുന്നു. അതുപോലെ നിങ്ങളുടെ മരുന്ന് ഭക്ഷണത്തിന് മുമ്പോ പിമ്പോ കഴിക്കണമെന്ന് ഡോക്ടറോട് ചോദിച്ചിരിക്കണം. ചില മരുന്നുകൾ ഭക്ഷണത്തിന് മുമ്പും ചിലവ പിമ്പും കഴിക്കേണ്ടവയാണ്. അമേരിക്കയിൽ ഒരു ഫാർമസി ഒരു മരുന്ന് നൽകുമ്പോൾ ആ മരുന്ന് കൊണ്ട് സാധാരണ ഉണ്ടാകാവുന്ന സൈഡ് എഫക്ട്സിന്റെ ഒരു ലിസ്റ്റും നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരം ലിസ്റ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ദീർഘകാലം ഉപയോഗിക്കുന്ന മരുന്നാണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്തെല്ലാമെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് അലർജി ഉണ്ടാകുമോ, ഉണ്ടായാൽ എന്തു ചെയ്യണമെന്നും അന്വേഷിച്ച് നേരത്തെ അറിഞ്ഞിരിക്കണം. രോഗി ഗർഭിണിയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് അപകടമുണ്ടാക്കുകയില്ല എന്ന് നിശ്ചയമുള്ള മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന് സാധാരണ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കുന്ന ടെട്രാസൈക്ലിൻ മരുന്ന് ഗർഭിണികൾ കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ പല്ലിന് മഞ്ഞ നിറവും പെർമനന്റ് ഡാമേജും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
മരുന്ന് ഗർഭസ്ഥ സ്ത്രീകൾക്ക് നൽകാമോ പാടില്ലയോ എന്ന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന PDR ഫിസിഷ്യൻ ഡെസ്ക് ഡെഫറൻസിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രോഗി ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും ക്യാൻസർ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടോ, ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവോ എന്നറിയുവാന് ഓങ്കോജെനിസിറ്റി പഠനങ്ങൾ നടത്തിയിരിക്കണമെന്ന് നിയമമുണ്ട്. അതും PDR റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഡോക്ടർക്ക് പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. എല്ലാ രോഗികളും അവർ കഴിക്കുന്ന മരുന്നിന്റെ ഒരു ലിസ്റ്റ് എഴുതി പേഴ്സിൽ സൂക്ഷിച്ചിരിക്കണം. ഈ എഴുതിയ ലിസ്റ്റിന്റെ ഒരു കോപ്പി നിങ്ങളുടെ അടുത്ത ബന്ധുവിനെയും ഏൽപ്പിച്ചിരിക്കണം. അത്യാവശ്യ അവസരങ്ങളിൽ നിങ്ങളെ ചികിത്സിക്കേണ്ടി വരുന്ന ആശുപത്രിയും ഡോക്ടർമാരും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനെ പറ്റി അറിഞ്ഞിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഡയബറ്റീസ് മരുന്നിനെ പറ്റിയും ഹൈ ബ്ലഡ് പ്രഷർ മരുന്നിനെ പറ്റിയും എമർജൻസിയിൽ നിങ്ങളെ ചികിത്സിക്കേണ്ടി വരുന്ന ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല മരുന്നുകളും പരസ്പരം ചേരാഴിക ഇൻകംപാറ്റിബിൾ ഉണ്ടാകാം. ഇതും അപകടമുണ്ടാക്കാം. ഉദാഹരണത്തിന് കൊമഡീൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആസ്പിറിനോ മോർട്ടിനോ തുല്യമായ മരുന്നുകൾ ഉപയോഗിക്കുക സാധ്യമല്ല. കാരണം അപകടകരമായ ബ്ലീഡിംഗ് ഉണ്ടായെന്ന് വരും. നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന വൈറ്റമിൻസും മറ്റു ഫുഡ് സപ്ലിമെന്റ്സും ഡോക്ടറെ കാണിച്ച് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തമ്മിൽ ഇൻകോമ്പാറ്റിബിലിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അമേരിക്കയിൽ എല്ലാ രോഗികളും 6 മാസത്തിൽ ഒരിക്കൽ ചെയ്തിരിക്കേണ്ട ബ്രൗൺ ബാഗിംഗ് എന്നൊരു പ്രൊസീഡിയർ ഉണ്ട്. തങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും വൈറ്റമിനും ഫുഡ് സപ്ലിമെന്റും ഉൾപ്പെടെ ഒരു ബ്രൗൺ ബാഗിലിട്ട് 6 മാസത്തിലൊരിക്കൽ തങ്ങളുടെ ഡോക്ടറെ കാണിച്ച് അപകടകരമായ ഇൻകോമ്പാറ്റികൾ ചേരാഴിക മരുന്നുകൾ തമ്മിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഈ ബ്രൗൺ ബാഗിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ത്യക്കാരായ രോഗികൾ, പ്രത്യേകിച്ച് മലയാളികൾക്ക് മറ്റൊരു നിർദ്ദേശം കൂടി. ഇതെന്നോട് പറഞ്ഞു തന്നത്, എന്നെ ഉപദേശിച്ചത് ആയുർവേദത്തിൽ ബിരുദം നേടി തുടർന്ന് അലോപ്പതിയിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഭിഷഗ്വരനാണ്. നിങ്ങൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നെങ്കിൽ അതും നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് മറ്റു മരുന്നുകളുമായി ചേർന്നു പോകുന്നുവോ എന്ന് ഉറപ്പുവരുത്തിക്കണം. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഓർക്കുന്നു. വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ദശമൂലാരിഷ്ടത്തിലെ പല ഘടകങ്ങളും അതിലടങ്ങിയിരിക്കുന്ന അല്പമായ ആൽക്കഹോൾ കണ്ടന്റും ചില രോഗങ്ങൾക്കും ചില രോഗികൾക്കും നല്ലതല്ല. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, പല ആയുർവേദ ഔഷധങ്ങളിലും അടങ്ങിയിരിക്കുന്ന സർപ്പഗന്ധി റോൾഫിയ സർപ്പന്റീന. ഈ റോൾഫിയ സർപ്പന്റീനയിലാണ് പണ്ട് ബ്ലഡ് പ്രഷറിന് ഉപയോഗിച്ചിരുന്ന റിസർപ്പിൻ എന്ന മരുന്ന് നിർമ്മിച്ചത്. എന്നാൽ റിസർപ്പിൻ രോഗികളിൽ അപകടകരമായ ഡിപ്രഷൻ ഉണ്ടാക്കിയേക്കാമെന്നതിനാൽ അതിന്ന് ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറഞ്ഞു, ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗികളോ സർപ്പഗന്ധി ചേർന്ന ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൂടാ. അറിവും പരിചയവുമുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇക്കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കുവാൻ സാധിക്കും. നിങ്ങൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മരുന്ന് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണോ അതോ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഫാർമസിസ്റ്റിനോട് ചോദിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് തലകറക്കം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അയൽവാസി സ്നേഹപൂർവ്വം അയാൾക്ക് തലകറക്കം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്ന് നൽകിയാൽ സ്നേഹപൂർവ്വം തന്നെ അത് നിരസിക്കണം. അയാളുടെ തലകറക്കം ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ തലകറക്കം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞതുകൊണ്ടുമാകാം. നിങ്ങൾ പുതുതായി ദീർഘകാലം കഴിക്കുന്ന മരുന്ന്, അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരവും ശാന്തമായി സാവധാനത്തിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. ഡോക്ടർക്ക് ഇതിനെല്ലാം സമയമുണ്ടോ, ഡോക്ടർ ദേഷ്യപ്പെടുകയില്ലയോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഒരു നല്ല ഡോക്ടർ ഇക്കാര്യത്തിൽ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. ചികിത്സയിൽ നിങ്ങൾക്കുള്ള താല്പര്യത്തിൽ സന്തോഷമേ അദ്ദേഹത്തിന് തോന്നുകയുള്ളൂ. ചോദിച്ചിരിക്കണം. ഇത് ഡോക്ടർ റോയ് പി തോമസ്, ചിക്കാഗോയിൽ നിന്ന്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.